81 38 89 20. ഹലോ ഗൈസ്, നിങ്ങൾ കണ്ട വീഡിയോക്ക് മുന്നിൽ വലിയൊരു കഥ ഉണ്ട്. അതെന്താന്നല്ലേ? സമയം ഏകദേശം ഒരു 5:30. നമ്മള് കസിൻസ് ഒത്ത് ലീവുള്ള സമയം വയനാട്ടിലേക്ക് കയറല് പതിവാണ്. ഇത്രയും നല്ല ആംബിയൻസ് കിട്ടുന്നത് എങ്ങനെ നമ്മൾ ഒഴിവാക്കാണ്ടിരിക്കുക? എന്നാലും പറഞ്ഞു വന്നത് അതൊന്നല്ല. ഞങ്ങൾ ചുരം സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് കയറി. പക്ഷെ തിരിച്ചിറങ്ങിയ സമയത്ത് വലിയൊരു ടിസ്റ്റ് നടന്നു. ഇനിയിപ്പോ ടിസ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. ഞങ്ങളെ കൂട്ടത്തിലെ ചെക്കന്റെ വണ്ടിഞ്ഞ് ഞെട്ടുപോൾട്ട് ഊരിപ്പോയെ തിരിച്ചിറങ്ങുമ്പോ വണ്ടി ഉണ്ടോ അനങ്ങുന്നത് നമ്മൾ പെട്ടില്ലേ. സത്യം പറഞ്ഞ അന്ന് ഞങ്ങൾ ശരിക്കും പെട്ട്. അന്ന് ഞാൻ വിചാരിച്ചു ചുരത്തിന്റെ ഏതെങ്കിലും സൈഡിൽ ചെറിയൊരു വർക്ക്ഷോപ്പ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ആടല്ലോ. ഇനി ഞങ്ങൾക്ക് സമയം ഒട്ടും കളയാനില്ലാത്തോണ്ട് തന്നെ ഞങ്ങൾ കംപ്ലീറ്റ്ലി ചുരം ഇറങ്ങി. അതും ആ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ ഒക്കെ. പിന്നെ ഞങ്ങൾ ഞെട്ടും ബോൾട്ടും വാങ്ങി വീണ്ടും തിരിച്ചു കയറി. പിന്നെ ഞങ്ങൾ പണ്ടേ ഒരു ആശാരി ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ആശാരിനെ വിളിക്കേണ്ട ആവശ്യം വന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ തന്നെ സ്പാൻഡർ ഇട്ട് കുടിക്കുന്നത്. പക്ഷെ അന്ന് നമുക്ക് രക്ഷകനായി വന്നൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങൾ കണ്ടപ്പം എന്റെ മക്കളെ പോലെ തോന്നിയെന്ന്. സത്യം പറഞ്ഞ ആ ഒരു വാക്ക് ഞങ്ങൾക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ആയി. ഇനിയിപ്പോ അത് ആരാന്നല്ലേ? അത് നമ്മളെ ബിനിച്ചേട്ടൻ. ഓരോ ടീമും ഈ ചുരം ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവേ. അതായത് നിങ്ങൾ ചുരം കയറുന്ന സമയത്തും ചുരം ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളെ വണ്ടിക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. സത്യം പറഞ്ഞ ആളെ നമ്മളൊന്ന് ടെൻഷൻ ഫ്രീ ആക്കിയിട്ടാണ് വിട്ടു തന്നെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ വീഡിയോസ്.